സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 16th ക്വസ്റ്റ്യൻ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ആനന്ദ് ഏൺസ് ₹80 ഇൻ 7 hours. ആനന്ദ് എന്ത് ചെയ്യുന്നുണ്ട്? 7 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ₹80 ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രമോദ് ആണെങ്കിലോ 12 hours വർക്ക് ചെയ്യുമ്പോഴാണ് ₹90 ഏൺ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഏർണിങ്സിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് കുറേ പേര് തെറ്റിക്കുന്ന ഒരു ഓപ്ഷൻ, ഇവിടെ 80 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്, അപ്പോൾ 80:9 കൊടുക്കും. ഓക്കെ, കറക്റ്റ് ആണോ? കറക്റ്റ് ആകും. എപ്പോൾ എന്നറിയോ? രണ്ടുപേരുടെയും ഹവേഴ്സ് സെയിം ആണെങ്കിൽ. ഇപ്പോൾ ഇവിടെ 12 hours ഇവിടെ 7 hours അല്ലേ? സെയിം അല്ലല്ലോ. സെയിം ഹവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതിയായിരുന്നു? 80:90 അതല്ലെങ്കിൽ 80:9 എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഈ കേസിൽ അത് പോസിബിൾ അല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ആനന്ദിന്റെ കേസ് എടുക്കുവാണെങ്കിൽ രണ്ടുപേരുടെ ഹവേഴ്സ് നമ്മൾ സെയിം ആക്കിയിട്ട് മാറ്റണം. ഒന്നെങ്കിൽ രണ്ടുപേരുടെയും 7 hours അല്ലെങ്കിൽ രണ്ടുപേരുടെയും 12 hours. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹവർലി റേറ്റിലോട്ട് മാറ്റാം, പെർ ഹവർ. ഓക്കെ, അപ്പോൾ ആനന്ദിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആനന്ദ് ഏൺ ചെയ്യുന്നത് ₹80 ഇൻ 7 hours ആണ്. 7 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ആനന്ദിന് എന്ത് കിട്ടുന്നത്? ₹80 കിട്ടുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ ആനന്ദിന് എത്ര രൂപ കിട്ടും? 80/7 ഇൻ എ ഹവർ. അഥവാ നമുക്ക് പറയാൻ പറ്റും 80/7 ചെയ്ത് കഴിഞ്ഞാൽ 80/7 ചെയ്ത് കഴിഞ്ഞാൽ ആനന്ദിന് കിട്ടുന്നത് 11.4285 പെർ ഹവർ. ഇതാണ് ആനന്ദിൻ്റെ ഹവർലി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് ആനന്ദിൻ്റെ ഹവർലി റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് പ്രമോദിൻ്റെ കേസ് ഒന്ന് നോക്കാം. പ്രമോദിൻ്റെ ഹവർലി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രമോദ് ഏൺ ചെയ്യുന്നത് ₹90 ആണ്. ₹90 ഏൺ ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ്? 12 hours വർക്ക് ചെയ്യുമ്പോഴാണ് പ്രമോദിന് ₹90 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 90/12 ഇൻ എ ഹവർ. ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ പ്രമോദിന് കിട്ടുന്നത് 90/12. 90/12 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 7.5 പെർ ഹവർ. ഒരു മണിക്കൂറിൽ പ്രമോദിന് കിട്ടുന്നത് ₹7.5 ആണ്. ഇപ്പം രണ്ടുപേരുടെയും എന്തായിട്ട് മാറി? ഹവർലി റേറ്റ് ആയിട്ട് മാറി അല്ലേ? രണ്ടുപേരുടെയും എന്തായിട്ട് മാറി? ഹവർലി റേറ്റ് ആയിട്ട് മാറി, സെയിം യൂണിറ്റ് ആയി. സോ ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 11.4285 7.5. ബട്ട് ഇങ്ങനെ ഒരാൾ എവിടെ ഇല്ല? ഓപ്ഷനകത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷനിൽ സിംപ്ലിഫൈഡ് വാല്യൂ ആയിരിക്കും, ഡെസിമൽസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ കാണും. കാണുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക? 11.4285 ഡിവൈഡഡ് ബൈ 7.5 ചെയ്യും. 11.4285 ഡിവൈഡഡ് ബൈ 7.5 ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.5238. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഓപ്ഷനിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഏതൊരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഡെസിമൽ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യും. കാൽക്കുലേറ്റർ എടുക്കും. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 32/21 കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യും. 32/21 എനിക്ക് കിട്ടും 1.523. താഴെ കിട്ടിയ സെയിം ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ബാക്കി ബിയും സിയും ഡിയും എല്ലാം വേണേൽ ചെയ്ത് നോക്കിക്കോ, നമുക്ക് ഈ ഒരു ആൻസർ കിട്ടൂല. അപ്പം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് 32:21 എന്ന് പറയുന്ന ആൻസർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റേഷ്യോ ഫോം ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 80/7 90/12. എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32:21 കിട്ടും. ഞാനത് ഈസി ആയിട്ട് ചെയ്യുന്നൊരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 17 പോവാം. ഓക്കെ, ഓപ്ഷൻ എടുത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ റേഷ്യോ ഓഫ് 2 numbers, 2 നമ്പേഴ്സിന്റെ റേഷ്യോ 7:10 ആണ്. മാത്രമല്ല അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 105 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിനെയൊക്കെ ഒന്ന് നോക്കുക. 7:10 എല്ലാവരും നിൽക്കുന്നത് നോക്കുക. അതെങ്ങനെ നമ്മൾ നോക്കുക? അതിനെന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ എടുത്തിട്ട് 7/10 ഒന്ന് ചെയ്ത് നോക്കിയേ. 7/10 ചെയ്യുമ്പോൾ എനിക്ക് 0.7 കിട്ടും. ഇനി ഓപ്ഷൻസ് എടുത്തിട്ട് ഓരോരുത്തരെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കും. എല്ലാം 0.7 വെറുതെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 200 ഡിവൈഡഡ് ബൈ 305 ചെയ്യുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 305 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0.65 ആണ് കിട്ടുന്നത്. ഓക്കെ, 0.65 ആണ് കിട്ടുന്നത്. അത് എന്ത് കിട്ടൂല? 0.7 നമുക്ക് കിട്ടൂല. ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ അടുത്ത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും വരിക? 185 ഡിവൈഡഡ് ബൈ 290 ചെയ്യുമ്പോൾ 185 ഡിവൈഡഡ് ബൈ 290 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0.637 ആണ്. അതും കിട്ടൂല. സോ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ്
245 ഡിവൈഡഡ് ബൈ 350 ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. 245 ഡിവൈഡഡ് ബൈ 350 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0.7 കിട്ടും. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ആണോ? 245 350 എന്ന് പറയുന്ന നമ്പേഴ്സ് ഏത് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? 7:10 എന്ന് പറയുന്ന റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുക, അവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഓക്കെ ആണോ? അവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 350 മൈനസ് 245. ഓക്കെ ആണല്ലോ? 350 മൈനസ് 245 എനിക്ക് കിട്ടുന്ന ആൻസർ 105. സോ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 105 കിട്ടുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എടുത്ത് ചെയ്താൽ മതി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തും കയറി വരാറുണ്ട്. ഓപ്ഷൻ എടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 സിറ്റീസ് പിയും ക്യൂവും ആറും 3 സിറ്റീസ് ആണെന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദ ആവറേജ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് 11:12. അതിനർത്ഥം എന്താ? പി ഈസ് ടു ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 11:12 ആണ്. പി ഈസ് ടു ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 11:12 ആണ്. അത് അവർ നമുക്ക് തന്നു. പിന്നെ നമുക്ക് അവരെന്താ തന്നിട്ടുള്ളത്? ബിറ്റ്വീൻ പി ആൻഡ് ആർ, പി ഈസ് ടു ആറിൻ്റെ വാല്യൂ അതും അവർ നമുക്ക് തന്നിട്ടുണ്ട്. 9:8 ആണ്. ഓക്കെ ആണല്ലോ? 9:8 ആണ്. ഓക്കെ, എന്നിട്ട് എന്താ നമ്മളോട് അവർ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആവറേജ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ക്യൂ ഈസ് ടു ആറിൻ്റെ വാല്യൂ ആണ് അവർ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ക്യൂ ഈസ് ടു ആറിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. ഷോർട്ട് കട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെയും പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാ? പി. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 11 ആണ്, ഇവിടെ 9 ആണ്. സെയിം ആണോ? അല്ല. സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ക്യൂ ഈസ് ടു ആർ എന്ന് പറയുമ്പോൾ ക്യൂക്ക് 12ഉം ആറിന് 8ഉം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ സെയിം അല്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാറുണ്ട്. അതെന്താ? ക്യൂ ഈസ് ടു പി ഈസ് ടു ആർ എന്ന് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾ പി അല്ലേ, അയാൾ നടുവിൽ വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്ത് എഴുതും? നമുക്ക് ഇവിടെ തന്നെ പി ഈസ് ടു ക്യൂ 11:12 എന്നല്ലേ. അപ്പോൾ ക്യൂ ഈസ് ടു പി എന്തായിരിക്കും വരിക? 12:11. അപ്പോൾ ഞാനിവിടെ 12:11 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ഓക്കെ, അടുത്തത് പി ഈസ് ടു ആർ 9:8. അതിനെ പി ആർ, അവിടെ ഞാൻ എന്ത് എഴുതും? 9:8 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ഈ ബ്ലാങ്ക് സ്പേസിൻ്റെ തൊട്ടടുത്ത് ആരാണോ അയാളെ ഞാൻ അവിടെ ഫില്ല് ചെയ്യും. ഈ ബ്ലാങ്ക് സ്പേസിൻ്റെ തൊട്ടടുത്ത് ആരാണോ അയാളെ ഞാൻ അവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി ജസ്റ്റ് താഴെ ഒരു ലൈൻ വരക്കും. എന്നോട് കാണാൻ പറഞ്ഞത് എന്താ? ക്യൂ ഈസ് ടു ആർ അല്ലേ. അപ്പോൾ ഞാൻ 12 × 9 ചെയ്യും. ക്യൂ താഴോട്ട് 12 × 9 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുക? 108 കിട്ടും. ഈസ് ടു പീൻ്റെ വാല്യൂ കാണേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ 11 × 9 നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 99 എന്ന് കിട്ടും. പിന്നെ താഴോട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 11 × 8 ചെയ്യുമ്പോൾ എനിക്ക് 88 കിട്ടും. പക്ഷേ എന്നോട് കാണാൻ പറഞ്ഞത് ക്യൂ ഈസ് ടു ആർ ആണ്. അപ്പം 108 ഈസ് ടു 88 ഇട്ടാൽ മതി. അപ്പം എന്തായിരിക്കും കിട്ടുക? 108 ഈസ് ടു 88. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബട്ട് ഇങ്ങനെ ഒരാൾ ഓപ്ഷനിലില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ചെയ്യും. 108 ഡിവൈഡഡ് ബൈ 88. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 108 ഡിവൈഡഡ് ബൈ 88 ചെയ്യുമ്പോൾ 1.2272. ഇനി ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ഓരോരുത്തരെ ഡിവൈഡ് ചെയ്ത് നോക്കും. 22 ഡിവൈഡഡ് ബൈ 27 0.814 ആണ്. കിട്ടുന്നില്ല. 27 ഡിവൈഡഡ് ബൈ 22. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1.22. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറയും ആൻസർ എന്ന് പറയുന്നത് ആരാ? 27:22. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 വരുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ ഇതേ പാറ്റേണിലൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എക്സിന് 3 ഇട്ട് കൊടുക്കുക, വൈക്ക് 4 ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 3 കൊടുക്കുക, y ഈക്വൽ ടു 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് 3 ഇട്ട് കൊടുക്കും, വൈക്ക് 4 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 സ്ക്വയർ അല്ലേ. ഇവിടെ എക്സിന് ഞാൻ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 സ്ക്വയർ കിട്ടി ഇൻറ്റു വൈക്ക് നമ്മൾ എത്ര ഇട്ട് കൊടുക്കേണ്ടി വരും? 4 ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, പ്ലസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് വീണ്ടും എന്തിട്ട് കൊടുക്കേണ്ടി വരും? 3 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 3 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ വരും. ഓക്കെ, ഈസ് ടു എക്സ് ക്യൂബ്. അപ്പോൾ 3യുടെ ക്യൂബ് പ്ലസ് വൈ ക്യൂബ്, വൈയുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 4ൻ്റെ ക്യൂബ്. ഓക്കെ, ഇത്രയും ചെയ്യേണ്ടി വരും അല്ലേ. ഇനി ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടുമല്ലോ. എന്തായിരിക്കും വരിക? 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 അല്ലേ, നമുക്കറിയുന്ന കേസാണ്. സോ 9 × 4 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 കിട്ടുക 36 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 അല്ലേ. 16 ഞാൻ ആരുമായിട്ട് ഇൻറ്റു ചെയ്യണം? 3യുമായിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ 48 ഈസ് ടു 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27
പ്ലസ് 4 എന്ന് പറയുമ്പോൾ 64. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനോട് ചെയ്ത് കഴിഞ്ഞാൽ 36 + 48 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 84 ഈസ് ടു 27 + 64 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 91. അപ്പോൾ എനിക്ക് 84 ഈസ് ടു 91 എന്ന് കിട്ടും. ഓക്കെ, ബട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ ഡിവൈഡ് ചെയ്ത് ഇതിനെ ഡെസിമൽ എന്ന് കാണേണ്ടി വരും. 84 ഡിവൈഡഡ് ബൈ 91 ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിന് ഡെസിമൽ കിട്ടുമല്ലോ അല്ലേ. 84 ഡിവൈഡഡ് ബൈ 91 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 0.9230. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കും. 13 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കും. 13 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.08 ആണ്. കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 13 ഓപ്ഷൻ ബി ചെയ്യാം. ഓക്കെ, സോ 12 ഡിവൈഡഡ് ബൈ 13 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.923 അല്ലേ. ആസ് ദ സെയിം ആൻസർ, ഇവിടെ കിട്ടിയ സെയിം ആൻസർ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ ബി ക്ലിയർ. ഓക്കെ, 20 അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? സോ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ബട്ട് ചോദിക്കാം, നമ്മുടെ എക്സാമിന് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. സോ എക്സാമിന് ചോദിക്കാം, നോക്കാം. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. P/Q എന്ന് പറയുന്നത്, ഓക്കെ, ഇഫ് P/Q എന്ന് പറയുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് P-(x²) Q - x². അതിനർത്ഥം എന്താ? P-(x²) Q - x²ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് P/Q എന്ന് പറയുന്നത്. സോ ഇവരെ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ? P/Q അല്ലേ, ഈസ്റ്റുവിന് പകരം നമുക്ക് ഡിവിഷൻ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് എഴുതും? P/Q ഈസ് ദി സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആരുടെ? P-(x²) Q - x²ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് P/Q. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതുപോലെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിനകത്തുനിന്ന് x²ന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ ആണല്ലോ. സോ അവർ നമ്മളോട് പറഞ്ഞു P-(x²) Q - x²ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സ്ക്വയർ റൂട്ടാണ് P/Q. ഈസ്റ്റുവിന് പകരം ഞാൻ എന്ത് ചെയ്തു? റേഷ്യോ, ഐ മീൻ ബൈ. ഓക്കെ, P/Q, P/Q, P/Q നമുക്കറിയാമല്ലോ. ഇനി എന്ത് ചെയ്യും? ഈ റൂട്ട് ഇങ്ങോട്ട് വരും, സ്ക്വയർ ആവും. P² ഡിവൈഡഡ് ബൈ Q² ഈക്വൽ ടു P-(x²) ഡിവൈഡഡ് ബൈ Q - x² എന്ന് എഴുതും. ഓക്കെ, സോ ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യും. ഇതിനെ പിടിച്ച് ഞാൻ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നോക്കാം. P² × Q എന്ന് കിട്ടും അല്ലേ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ P² × Q മൈനസ് P² x² ഇൻറ്റു ചെയ്യുന്ന സമയത്ത് P² x² ഈക്വൽ ടു ഇതിനെ ഇനി അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് Q² × P മൈനസ് Q² x² എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് ആരുടെ വാല്യൂ? x²ന്റെ വാല്യൂ. x²ന്റെ വാല്യൂ കാണണമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തും x² ഉണ്ട്, ഇതിനകത്തും x² ഉണ്ട്. x²ന്റെ വാല്യൂ കാണണമെങ്കിൽ x²ന്റെ ടേംസിനൊക്കെ ഈക്വൽ ടു ഒരു സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ x²നെ ഇങ്ങോട്ട് മാറ്റുവാണ്. അപ്പം മൈനസ് Q² x² അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് Q² x² ആയിട്ട് മാറും. ഇവിടെ ഓൾറെഡി ആരുണ്ട്? മൈനസ് P² x² ഉണ്ട് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? Q² P ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് P² Q ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് x² ഉണ്ട്, ഇതിനകത്ത് x² ഉണ്ട്. അപ്പോൾ x² നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കും. x² കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു Q² ബാക്കി ഉണ്ടാവും, ഇവിടെ ഒരു P² ബാക്കി ഉണ്ടാവും. ഈക്വൽ ടു Q² P മൈനസ് P² Q എന്ന് കിട്ടും. സോ x² ഈക്വൽ ടു ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ഓൾറെഡി Q² P യും P² Q രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? P ഉണ്ട്, Q ഉണ്ട് അല്ലേ. P² Q എന്ന് പറഞ്ഞാൽ എന്താ? Q² P എന്ന് പറഞ്ഞാൽ Q × Q × P. സോറി, ഓക്കെ നോക്കാം. Q² P എന്ന് പറഞ്ഞാൽ Q × Q × P. P² Q എന്ന് പറഞ്ഞാൽ P × P × Q രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ ഒരു PQ ഉണ്ട്, ഇവിടെയും PQ ഉണ്ട് ആണല്ലോ. സോ ഞാൻ എന്ത് ചെയ്യും? PQനെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു Q - P ബാക്കി ഉണ്ടാവും. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായിട്ട് മാറും? Q² മൈനസ് P² ആയിട്ട് മാറും. ഫൈനലി നമ്മൾ എന്ത് എഴുതും? x² ഈക്വൽ ടു PQ × Q - P ഡിവൈഡഡ് ബൈ Q² - P² നമുക്ക് A² - B² എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ A + B × A - B എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് എഴുതും? Q + P × Q - P എന്ന് എഴുതും. ഓക്കെ, സോ Q - P പോയി, Q - P പോയി.
ഫൈനലി എക്സ് സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. സോ കുറച്ച് ലെങ്തിയാണ്, ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ, ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അറിയാമല്ലോ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. ബട്ട് ഒരുപാട് തവണ ഒന്നും ചോദിച്ചിട്ടില്ല, ഒറ്റ തവണ മാത്രം എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഇനി വരുന്നത് 21st. ഓക്കെ, എങ്ങനെ ചെയ്യും? ഇപ്പം ചെയ്ത അതേ പാറ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് 2s ഈസ് ടു 3t. ഓക്കെ, 2s ഈസ് ടു 3t എന്ന് പറയുന്നത് 2s മൈനസ് പി ഈസ് ടു 3t മൈനസ് പിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. അപ്പോൾ നേരത്തെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടല്ലേ എടുത്തത്. അപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ക്വയർ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് നോക്കാം. 2s ഡിവൈഡഡ് ബൈ 3t, ഈസ് ടുവിന് പകരം ഞാൻ ഡിവിഷൻ കൊടുത്തു, ഈക്വൽ ടു 2s മൈനസ് പി ഡിവൈഡഡ് ബൈ 3t മൈനസ് പിയുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനും ഒരു സ്ക്വയർ കൊടുക്കേണ്ടി വരും, നമ്മൾ ഇതിനും ഒരു സ്ക്വയർ കൊടുക്കേണ്ടി വരും. ഓൾ സ്ക്വയർ അല്ലേ വരിക, സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കും. ഇതാണ് അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി മാറ്റുക എന്ന് പറയുന്നത്. 2s മൈനസ് പി ഈസ് ടു 3t മൈനസ് പിയുടെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ നമ്മൾ സ്ക്വയർ എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത് സ്ക്വയർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്കൊന്ന് നോക്കാം. 2s ഡിവൈഡഡ് ബൈ 3t ഈക്വൽ ടു എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 2s അല്ലേ, അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2s ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4s സ്ക്വയർ കിട്ടും അല്ലേ. 2s ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? 4s സ്ക്വയർ കിട്ടും. ഓക്കെ ആണല്ലോ, മൈനസ് 2ab, ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എന്തായിരിക്കും വരിക? 2 ഇൻറ്റു 2s, നമുക്ക് എന്ത് കിട്ടും? 4sp എന്ന് കിട്ടും, പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇനി എന്ത് വരും? ഇതിൻ്റെ ഹോൾ സ്ക്വയർ വരും, അതും എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3tയുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9t സ്ക്വയർ വരും, മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 6 അല്ലേ നമുക്ക് കിട്ടുക. 2 ഇൻറ്റു 3 6tp, അല്ലെങ്കിൽ 6tp പ്ലസ് പി സ്ക്വയർ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പിയുടെ വാല്യൂ. പീനെ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ ഒറ്റക്കാക്കണം. ഓക്കെ ആണല്ലോ, സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് നോക്കാം. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 9 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 18st സ്ക്വയർ കിട്ടും, മൈനസ് ഇത് പോകുന്ന സമയത്ത് 6 അങ്ങോട്ട് ചെല്ലുമ്പോൾ 12stp കിട്ടും, പ്ലസ് പി സ്ക്വയർ ചെല്ലുന്ന സമയത്ത് 2sp സ്ക്വയർ കിട്ടും അല്ലേ, ഈക്വൽ ടു ഇത് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് 3 ഇൻറ്റു 4 12ts സ്ക്വയർ കിട്ടും, മൈനസ് ഇങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് 4 ഇൻറ്റു 3 അഗെയിൻ 12stp കിട്ടും. ഫൈനലി ലാസ്റ്റ് 3tp സ്ക്വയർ. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മൾ പിനെയൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ പി ഉണ്ട്, ഓക്കെ, പി സ്ക്വയർ ഉണ്ട്, ഇവിടെയും പി സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണല്ലോ, വേറെ എവിടെയും പി സ്ക്വയർ ഉണ്ടോ? ഇല്ല, വേറെ എവിടെയും പി സ്ക്വയർ ഇല്ല. സോ ഇത്രയും സ്ഥലത്ത് എന്തുണ്ട്? പി സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഓൾറെഡി 2sp സ്ക്വയർ ഉണ്ട്, മൈനസ് 3tp സ്ക്വയർ വരും, ഈക്വൽ ടു ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 12ts സ്ക്വയർ ഉണ്ട്, മൈനസ് 12stp ഉണ്ട്. ഓക്കെ ആണല്ലോ, ഓക്കെ, ഈ മൈനസ് 12stp അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 12stp ആയിട്ട് മാറും, മൈനസ് ഇതിനെ കൂടെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 18st സ്ക്വയർ വരും. ഓക്കെ ആണല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ ഇതിനകത്ത് അല്ലേ, ആരാണത്? മൈനസ് 12stp പ്ലസ് 12stp, അത് വെട്ടിക്കളഞ്ഞു. ഇതിനകത്ത് രണ്ടിലും പി സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. സോ പി സ്ക്വയറിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 2s മൈനസ് 3t കിട്ടും, ഈക്വൽ ടു ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 12ts സ്ക്വയർ മൈനസ് 18st സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനിയോ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പി സ്ക്വയറിനെ ഒറ്റക്കാക്കി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 12ts സ്ക്വയർ മൈനസ് 18st സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2s മൈനസ് 3t. ഓക്കെ ആണല്ലോ, ഓക്കെ, ബട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, ഓപ്ഷനകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുകളിൽ നിന്ന് 6നെ തൽക്കാലം നമുക്ക് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ, റൈറ്റ് സൈഡിൽ ഓൾറെഡി ആരുണ്ട്? 12ts സ്ക്വയർ ഉണ്ട്, 18st സ്ക്വയർ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആർക്കാന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്?
സിക്സ് ഉണ്ട്, ടി ഉണ്ട്, എസ് ഉണ്ട് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. സോ അതിനെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, ഒരു 2s ബാക്കി ഉണ്ടാവും അല്ലേ. 12t² നിന്ന് 6 പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 2 ബാക്കി ഉണ്ടാവും, ഒരു എസ്സും ബാക്കി ഉണ്ടാവും. s² നിന്ന് എസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് 18st² അല്ലേ, അവിടെ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 6 × 3, അപ്പോൾ ഇവിടെ ഒരു 3 ബാക്കി ഉണ്ടാവും. എസ്സും ടിയും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ടി ബാക്കി ഉണ്ടാവും. ഓക്കെ, ഈക്വൽ ടു ഇവിടെ നമ്മൾ p² മാത്രമാക്കി ഇതിനവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2s - 3t കിട്ടും. ഓക്കെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്യും, ഈ 2s - 3tയും ഈ 2s - 3tയും ക്യാൻസൽ ചെയ്യും. ഫൈനലി എനിക്ക് എന്ത് കിട്ടും, p² = 6st എന്ന് കിട്ടും. സോ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കുറച്ച് ലെങ്തിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ലെങ്തിയാണ്. സോ ഒരു മാർക്കിന് ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ മുതലാകത്തില്ല അല്ലേ, കാരണം ലെങ്തിയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ പാറ്റേൺ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിക്ക് ഞാൻ എന്തിട്ട് കൊടുക്കും, 2 ഇട്ട് കൊടുക്കും, ക്യൂക്ക് ഞാൻ 3 ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ. എക്സിന് 4 ഇട്ട് കൊടുക്കും, വൈക്ക് എന്തിട്ട് കൊടുക്കും, 5 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക, പിക്ക് ഞാൻ എന്തിട്ട് കൊടുക്കും, 2 ഇട്ട് കൊടുക്കും, ക്യൂക്ക് ഞാൻ 3 ഇട്ട് കൊടുക്കും, എക്സിന് ഞാൻ 4 ഇട്ട് കൊടുക്കും, വൈക്ക് ഞാൻ എന്തിട്ട് കൊടുക്കും, 5 ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 5 ഇൻറ്റു, ഓക്കെ നമുക്ക് ഇവിടെ മാറ്റി എഴുതാം, 5 ഇൻറ്റു പിയുടെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു, എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്തു, പ്ലസ് 3 ഇൻറ്റു ക്യൂയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്തു, ഈസ് ടു 10 ഇൻറ്റു പിയുടെ സ്ഥാനത്ത് ഞാൻ 2 ഇട്ട് കൊടുത്തു, ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 4 ഇട്ട് കൊടുത്തു, പ്ലസ് 4 ഇൻറ്റു ക്യൂയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്തു. ഓക്കെ, സോ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 10 ഇൻറ്റു 4 ഇവിടെ നമുക്ക് 40 കിട്ടും, പ്ലസ് 9 ഇൻറ്റു 5 ഇവിടെ നമുക്ക് 45 കിട്ടും അല്ലേ. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 5 45 കിട്ടും, ഈസ് ടു 10 ഇൻറ്റു 2 20 കിട്ടും, 20 ഇൻറ്റു 4 നമുക്ക് എത്ര കിട്ടും, 80 കിട്ടും, പ്ലസ് 4 ഇൻറ്റു 3 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 60 കിട്ടും. ഓക്കെ, സോ ഇവിടെ 85 ഈസ് ടു 80 + 60 അല്ലേ. 80 + 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 140. സോ ഇതാണ് ആൻസർ വരിക. ഇനി അതിനകത്ത് നമ്മൾ പോയി സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഏറ്റവും നല്ലത് 85 ഡിവൈഡഡ് ബൈ 140 ചെയ്ത് കഴിഞ്ഞാൽ 85 ഡിവൈഡഡ് ബൈ 140 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0.607 കിട്ടും. ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെ നമ്മൾ ചെയ്യുക, 71 ഡിവൈഡഡ് ബൈ 82 എനിക്ക് കിട്ടൂല, 0.8 ആണ് കിട്ടുന്നത്. 27 ഡിവൈഡഡ് ബൈ 28 എനിക്ക് 0.9 ആണ് കിട്ടുന്നത്. 17 ഡിവൈഡഡ് ബൈ 28 എനിക്ക് കിട്ടുന്നത് 0.607. സോ എന്ത് കിട്ടുന്നുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ആൻസർ കിട്ടും. 17 ഡിവൈഡഡ് ബൈ 28 ചെയ്യുമ്പോൾ ആ ഒരു ഡെസിമൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കാം. The number which when subtracted from each of the terms ratio 19:31. അതിനർത്ഥം എന്താ, 19:31 എന്ന് പറയുന്ന റേഷ്യോ രണ്ട് ടേമിനകത്ത് നിന്ന് ഞാനൊരു കോൺസ്റ്റന്റ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോ എന്തായിട്ട് മാറും, 19:31 എന്ന് പറയുന്ന റേഷ്യോക്കകത്തുള്ള രണ്ട് ടേമിനകത്തുനിന്ന് ഞാനൊരു കോൺസ്റ്റന്റ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1:4 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, ഓപ്ഷൻ എടുക്കുക. 19 ഉണ്ട്, 31 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ ആൻസർ ആണെന്ന് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. 15 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 19 നിന്ന് ഞാൻ 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്ര കിട്ടുക, 4 കിട്ടും. ഇവിടുന്ന് 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടുക, 31 - 15 ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടൂലടാ. സോറി, 31 - 15 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും, ഓക്കെ എനിക്ക് 16 കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഡിവൈഡഡ് ബൈ 16 കൊടുക്കും. 4:16. ഈ 4:16 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1:4 കിട്ടൂലേ. സോ അവർ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ തന്നെയല്ല അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എടുത്ത് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇക്വേഷൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സിൻ്റെ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻ എടുത്ത് ചെയ്താൽ മതി. സെയിം ആൻസർ ഓക്കെ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ഡെയിലി ഏർണിംഗ്സ് ഓഫ് 2 persons ആർ ഇൻ ദ റേഷ്യോ. ഇത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡെയിലി ഏർണിംഗ്സ് ഓഫ് 2 persons ആർ ഇൻ ദ റേഷ്യോ 4:5. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റേഷ്യോ ഓഫ് ഏർണിംഗ്സ് എത്രയാണ് നമ്മൾ കാണിക്കുക, 4:5. അപ്പോൾ അവിടെ റിയൽ ഏർണിംഗ്സ് എന്തായിരിക്കും വരിക, റിയൽ ഏർണിംഗ്സ് എന്ന് പറയുന്നത് 4x ഉം 5x ആയിരിക്കും. ഓക്കെ ആണോ. അവിടെ റിയൽ ഏർണിംഗ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, 4x ഉം 5x ആയിരിക്കും. ആൻഡ് ദെയർ ഡെയിലി എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ 7:9. ഓക്കെ, എന്നിട്ട് അവർ രണ്ടുപേരും ഓരോ മാസം അല്ലെങ്കിൽ എന്ത് സേവ് ചെയ്യുന്നുണ്ട്, 50 രൂപ വെച്ച് സേവ് ചെയ്യുന്നുണ്ട്. അവരുടെ റിയൽ ഏർണിംഗ്സ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ 4x-ൻ്റെയും 5x-ൻ്റെയും റിയൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസ്.
ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം എന്ന് പറയുമ്പോൾ അവരുടെ ശരിക്കുള്ള ഇൻകം 4x:5x. രണ്ടിനകത്തുനിന്നും 50 രൂപ സേവിങ്സ് ചെയ്യാൻ മൈനസ് ചെയ്യും. അപ്പോൾ എനിക്ക് അവരുടെ എക്സ്പെൻസിൻ്റെ റേഷ്യോ കിട്ടും. അതാണ് എന്ത് എന്ന് പറയുന്നത്? 7:9. ഇനി എന്ത് ചെയ്യും? ഇവിടുന്ന് എക്സ് കാണും. ആ എക്സ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 4x നമുക്ക് എത്ര കിട്ടുക? 9 × 4 ചെയ്യുമ്പോൾ 36x മൈനസ് 9 × 50 എനിക്ക് 450 കിട്ടും. ഈക്വൽ ടു ഇതിന് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 7 × 5x 35x കിട്ടും. മൈനസ് 7 × 50 350 കിട്ടും. ഓക്കെ. സോ ഈ 35x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 35x ആവും. 36xനകത്ത് 35x പോയി കഴിഞ്ഞാൽ ഒരു എക്സ് അവിടെ ബാക്കി ഉണ്ടാവും. മൈനസ് 450 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 450 ആവും. 450നകത്ത് 350 പോയി കഴിഞ്ഞാൽ അവിടെ 100 ബാക്കി ഉണ്ടാവും. ഈ എക്സിനെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. സോ 4 × 100 എനിക്ക് 400 കിട്ടും. ഒരാളുടെ ഇൻകം 5 × 100, അടുത്ത ആളുടെ ഇൻകം എനിക്ക് 500 കിട്ടും. ഓക്കെ. സോ ഇതാണ് ആൻസർ 400 and 500. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. ഓപ്ഷൻ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ 2-3 സ്റ്റെപ്പ് ഉള്ളൂ. പെട്ടെന്ന് പരിപാടി തീരും. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 25. ഓക്കെ, 25 എത്തി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ദ റേഷ്യോ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് 2 ട്രെയിൻ ഈസ് 7:8 അല്ലേ? 2 ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റേഷ്യോ ഓഫ് സ്പീഡ്. റേഷ്യോ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് 7:8 ആണ്. ഓക്കെ. അപ്പം അവരുടെ റിയൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? റിയൽ സ്പീഡ് എന്ന് പറയുന്നത് 7x-ഉം 8x-ഉം. ഇതാണ് അവരുടെ റിയൽ സ്പീഡ് എന്ന് പറയുന്നത്, 7x-ഉം 8x-ഉം. ഓക്കെ. ഒരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞു, സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വകുപ്പ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. എങ്ങനെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സെക്കൻഡ് ട്രെയിന് 400 കിലോമീറ്റർ കവർ ചെയ്തു. സോ 400 ഡിവൈഡഡ് ബൈ അതിന് എത്ര ഹവേഴ്സ് എടുത്തു? 5 hours. 400 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 80 km/h. ഇതാണ് സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നിനക്കൊരു കാര്യം മനസ്സിലായി, 8x-ൻ്റെ വാല്യൂ, സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡാണ് 8x, അത് 80 ആണ്. അപ്പം ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 8x എന്ന് പറയുന്നത് 80 ആവണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ 10 ആയിരിക്കണമല്ലോ. 8 × 10. അതേ 10 എടുത്ത് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ് എനിക്ക് കിട്ടും 70 km/h. ഓക്കെ ആണോ? സോ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും 25 ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് എക്കകത്ത് വരുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ.